നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 50 വയസ്സ് പ്രായമാകാറായി. പ്രവാചകന് പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. 10ാം വർഷം പീഡനങ്ങളുടെ കാലം കഴിഞ്ഞ് പീഡനങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയെത്തി അവസാനം കൊല്ലാൻ വിട്ടു തരുന്നത് വരെ ബനുൽ മുത്തലിബിനെയും ബനു ഹാഷിമിനെയും 3 കൊല്ലം ഖുറൈശികൾ ഉപരോധിച്ചു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഷിയാബു അബി താലിബ് എന്ന താഴ്വരയിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ എല്ലാവിധ ഉപരോധങ്ങളും നേരിട്ട് രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് പിഞ്ചു പൈതങ്ങളുടെ കരച്ചിലുകൾ മക്കയിൽ കേൾക്കുമാറ് കഴിക്കാനൊന്നും കിട്ടാതെ ഇലകൾ ഭക്ഷിച്ച് ആട് വിസർജിക്കുന്നത് പോലെ, മൃഗങ്ങൾ വിസർജിക്കുന്നത് പോലെ പച്ചിലകൾ തിന്ന് വിസർജിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. പിന്നീട് അതിൽ നിന്ന് ആ ഒരു രേഖ കഅബയ്ക്കുള്ളിൽ എഴുതി തൂക്കി സൂക്ഷിച്ചിരുന്ന ആ രേഖ കുറച്ചാളുകൾ, അന്ന് മുസ്ലിങ്ങളല്ലാതിരുന്ന ആളുകൾ മുൻകൈയെടുത്ത് അതിനെ അസാധുവാക്കാനും അതിനെ കീറിക്കളയാനും തയ്യാറായതും നമ്മൾ മനസ്സിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ല യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, ഒരു തെമ്മാടിയായ അല്ലെങ്കിൽ നമ്മളൊന്നും വലിയ വിശ്വാസമോ ഇസ്ലാമികപരമായി മൂല്യങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്ത ആൾക്കാരാണ് എന്ന് കരുതുന്ന ആളുകളെ കൊണ്ട്, ഫാജിറുകളായ ആളുകളെ കൊണ്ട് അള്ളാഹു ഒരുപക്ഷെ ഈ ദീനിനെ സപ്പോർട്ട് ചെയ്തു എന്നും ശക്തിപ്പെടുത്തി എന്ന് വരും. ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചക ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും നമുക്കതിന് കാണാൻ കഴിയും. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. പിന്നീട് നുബുവത്ത് ലഭിച്ച് നുബുവത്തിൻ്റെ 10ാം വർഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50ാമത്തെ വർഷം, ആ വർഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം, ഉപരോധം നീങ്ങിക്കഴിഞ്ഞു. ആ കൊല്ലം തുടക്കത്തിൽ തന്നെ ഉപരോധം നീങ്ങി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദഅവത്തിൻ്റെ മേഖല വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം. മക്ക എന്ന് പറയുന്ന പ്രദേശം ഇനി ഒരു പരസ്യമായ പ്രബോധനത്തിനോ ശക്തമായ രൂപത്തിൽ പ്രബോധനം നടത്താനോ പറ്റിയൊരു സ്ഥലം, അത് ആ സ്ഥലം അങ്ങനെ ആയി തീരുന്നില്ല. എത്രയേറെ പരിശ്രമിച്ചിട്ടും മക്കയിലൊരു സ്ഥിരമായ ഒരു പ്രബോധനത്തിൻ്റെ വിഷയത്തിലൊരു സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, വീണ്ടും പീഡനങ്ങളും അക്രമങ്ങളും കൂടി വരുന്നു. പ്രത്യേകിച്ചും അബൂ ത്വാലിബ് മരണപ്പെട്ടു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ആ ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നതാണ്, മക്കയുടെ അടുത്തുള്ള, ഇന്നും മക്കയിൽ നിന്ന് 80-85 കിലോമീറ്റർ അകലെയുള്ള ത്വായിഫിലേക്ക് യാത്ര പോകണം. ത്വായിഫുകാരോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞു നോക്കാം, ഈ ദഅവത്തിനെക്കുറിച്ച് ഇസ്ലാം അവർ സ്വീകരിച്ചാൽ ത്വായിഫ് എന്ന പ്രദേശത്തിലെ ആ ഗോത്രക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അങ്ങനെ അവിടെ നിന്ന് ഇസ്ലാമിക ദഅവത്ത് കുറച്ചുകൂടി ശക്തമായി നിർവഹിക്കാൻ കഴിയും. ത്വായിഫിൽ ജീവിച്ചിരുന്ന ആളുകളെ നമുക്കറിയാം. നമ്മൾ മുൻപ് അബ്രഹത്ത് വരുന്ന വഴിയിൽ ത്വായിഫുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്രഹത്ത് കഅബ തകർക്കാൻ വരുന്ന വേളയിൽ ത്വായിഫുകാരെ സന്ദർശിച്ചതും അവർ അബൂ റിഗാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കഅബയിലേക്ക് വഴികാട്ടാൻ വേണ്ടി അയച്ചു കൊടുത്തതുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് മുതൽ തന്നെ ത്വായിഫിൽ ജീവിച്ചിരുന്ന ആളുകളാണ് സഖീഫ് ഗോത്രക്കാർ. ബനു സഖീഫ് ഗോത്രക്കാർ. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആരുടെയെങ്കിലും പേരിൻ്റെ കൂടെ സഖഫി എന്ന് കണ്ടാൽ അതിനർത്ഥം അയാൾ സഖീഫ് ഗോത്രക്കാരനാണ് എന്നാണ്, ത്വായിഫിലുള്ള ആളാണ് എന്നാണ്. ഒരുപാട് സ്വഹാബിമാർ സഖീഫ് ഗോത്രത്തിൽ നിന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു ഹാരിസ ആരാണ്? പ്രവാചകൻ്റെ വളർത്തുപുത്രൻ എന്നറിയപ്പെട്ട, വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു സ്വഹാബി. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഫലമ്മ ഖദാ സെയ്ദുൻ മിൻഹ. ആ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായി അറിയപ്പെട്ട മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ത്വായിഫിലേക്ക് യാത്ര പോകും. ഏകദേശം 80-85 കിലോമീറ്ററുള്ള ആ വഴി അവർ താണ്ടുന്നത് കാൽനടയായിട്ടാണ്, വാഹനമില്ല. അങ്ങനെ അവർ ത്വായിഫിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ കാണാനാണ് ആദ്യം തീരുമാനിക്കുന്നത്.
അതിൽ കുറേയേറെ നേതാക്കന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. എന്നാൽ ത്വായിഫിൽ വളരെയധികം സ്വാധീനവും ശക്തിയും ഒരുപാട് അനുയായികളും ആളുകൾക്കിടയിൽ നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന 3 ആളുകളെ കാണാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി താല്പര്യപ്പെട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 3 ആളുകൾ സഹോദരങ്ങളാണ്. ഒരാൾ അബ്ദു യാലീൽ എന്നാണ് അയാളുടെ പേര്. മറ്റൊരാൾ മസ്ഊദ്, മൂന്നാമത്തെ ആൾ ഹബീബ്. ഇവരൊക്കെ അംർ ഇബ്നു ഉമൈർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ 3 മക്കൾ. ഇവരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ഇവരിൽ നിന്നാണ് നമുക്ക് ഒരുപക്ഷെ കേട്ട് പരിചയമുള്ള ഒരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നത്. ഓരോ 3 പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു, മക്കയുടെ അവസ്ഥ പറഞ്ഞു, താൻ ഇന്ന് നിലകൊള്ളുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇത് ത്വായിഫ് എന്ന് പറയുന്ന സ്ഥലം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിടയ്ക്കിടെ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. മക്കയിലെ പല പ്രമാണിമാർക്കും ത്വായിഫിൽ തോട്ടങ്ങളുണ്ട്. മക്കയിലെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും അല്ലെങ്കിൽ അവരുടെ വസ്തുവകകളോ മറ്റോ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു ത്വായിഫ്. മക്കക്കാർക്ക് അറിയാത്തൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല. മക്കക്കാർക്ക് നല്ല ബന്ധമുള്ള ആളുകൾ തന്നെയായിരുന്നു ത്വായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരായ ആളുകൾ. അപ്പോൾ ഒന്നാമത്തെ സഹോദരി, 3 സഹോദരന്മാരോടും കാര്യം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറഞ്ഞത്, അള്ളാഹു നിന്നെയാണ് അയച്ചിരുന്നെങ്കിൽ നീ കാബയുടെ കില്ല അത് നീ കീറുക തന്നെ ചെയ്യും. അഥവാ അള്ളാഹു നിന്നെയാണ് അയച്ചിരുന്നെങ്കിൽ നീ ഒരു നശിപ്പിക്കാൻ പോകുന്ന അറബികളുടെ അഭിമാന സ്തംഭമായ കാബയെ അതിനെ അപമാനപ്പെടുത്താൻ പോകുന്ന ഒരാളായിരിക്കും മാറും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പരിഹാസത്തോടു കൂടി ആക്ഷേപത്തോടു കൂടി മറുപടി പറഞ്ഞതാണ്. കാബയുടെ തന്നെ നാശത്തിനുള്ള ഒരു പോക്കാണ് എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, അള്ളാഹു നിന്നെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല എന്നാണ്. അമാ വജദല്ലാഹു അഹദൻ അർസലഹു ഗൈറക്, റസൂലയൊക്കെ നിന്നെ അല്ലാതെ മുഹമ്മദ് വേറെ ആർക്കും പടച്ചോന് കിട്ടിയില്ലേ. മൂന്നാമത്തെ ആൾ കുറച്ചും കൂടി ഇവരെ രണ്ടാളിൽ നിന്ന് വ്യത്യസ്തമായി, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി അഥവാ നീ പ്രവാചകനാണെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടായി മാറും, അത് വലിയ ദുരന്തമായി മാറും. പ്രവാചകനല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരാളോട് സംസാരിക്കാൻ, ഒരു കള്ളരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 മറുപടി കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചാവശ്യപ്പെട്ടത്, എത്ര ശ്രമിച്ചിട്ടും അവസാന വാതിലും അടയുന്നു എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ഈ പറഞ്ഞതും നിങ്ങൾ ഈ സ്വീകരിക്കുന്ന നിലപാടും ഒക്കെ ശരി, ഒക്കെ ഞാൻ അംഗീകരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ മടിയുണ്ട്. പക്ഷേ ഞാൻ ഈ വന്ന കാര്യം നിങ്ങൾ ആരോടും പറയരുത്. കാരണം സ്വാഭാവികമായിട്ടും മക്കയിൽ നിന്ന് പീഡനങ്ങൾ കുറച്ചുകൂടി വർദ്ധിച്ച സമയമാണ്, അബൂ താലിബിൻ്റെയും ഖദീജ റളിയല്ലാഹു അൻഹ മരണത്തോടുകൂടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന അവസരമാണ്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോഴേക്ക് മക്കയിൽ തിരിച്ച് കയറാൻ തന്നെ പറ്റുമോ എന്നൊരു സ്ഥിതി അന്നുണ്ട്. തിരിച്ച് കയറാൻ പറ്റുമോ എന്നുള്ളത് അത് വഴിയ ചരിത്രത്തിൽ വരുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു റസൂലിൻ്റെ ആ ഒരു അപേക്ഷയെ ചെവിക്കൊണ്ടില്ല എന്നതാണ്. അവരത് രഹസ്യമാക്കി വെക്കാൻ തയ്യാറായില്ല, അവരത് പരസ്യമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആളുകൾക്കിടയിലും സഖീഫ് ഗോത്രത്തിൽ മൊത്തവും അത് പരസ്യമാക്കുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകളും ചെറിയ കുട്ടികളുമൊക്കെ വഴിയോരത്ത് നിന്ന് ഏകദേശം 1-2 മൈലോളം കല്ലുകൾ എറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു, ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ പറ്റി. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തന്നെ കൊണ്ടാവും വിധം പ്രവാചകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടാണ് പിന്നീട് മക്കയെ ലക്ഷ്യമാക്കി തിരിക്കുന്നത്.